എന്താ അച്ഛാ വിഷമിച്ചിരിക്കുന്നേ? ഇടയ്ക്കിടയ്ക്ക് വെങ്കട്ടരമണനെ ഞാൻ ഓർക്കോടാ. നമ്മളെ വേദനിപ്പിച്ചവരൊക്കെ ഇടയ്ക്ക് ഓർമ്മ വരുന്നത് സാധാരണമാണ് അച്ഛാ. അതൊന്നുമല്ല മോനെ, അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. അയാളുടെ മകളോടുള്ള അയാളുടെ സ്നേഹം, അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗം, നിനക്ക് വേണ്ടി ഞാൻ അത്രം ചെയ്തിട്ടില്ലടാ മോനെ. എപ്പോഴും ഞാൻ വഴക്കുറയായിരുന്നു. ഇത്രയും നാൾ കഷ്ടപ്പെട്ട് എൻ്റെ ജീവിതം തന്നെ ഒന്നുമില്ലാതെ പോയി. രാത്രി കിടക്കാൻ നേരത്ത് നേരം വെളുക്കുമ്പോൾ ജീവനുണ്ടായില്ലേ എന്ന് എത്ര പ്രാർത്ഥിച്ചെന്നറിയോ? വീട് പട്ടിണിയാവുമെന്ന് ഓർത്ത് ഞാൻ പലപ്പോഴും പേടിച്ചിട്ടുണ്ട്. വിഷമിക്കില്ല അച്ഛാ, സമാധാനപ്പെടും. എന്നോട് ക്ഷമിക്കുമോനെ. അങ്ങനെയൊന്നും പറയില്ല അച്ഛാ. ഇത്രയും ബുദ്ധിമുട്ടിലും എന്നെ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ അച്ഛൻ വളർത്തിയില്ലേ. ഇത്രയും സ്നേഹമുള്ള ഒരു അച്ഛനെ വേറെ ആർക്കാ കിട്ടുക? എനിക്ക് അവളുടെ അച്ഛനെക്കാളും വലുത് എൻ്റെ അച്ഛൻ തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ സ്നേഹം വലുത്. സാർ, അയ്യോ കയറി വരൂ സാറോ. വരൂ സാർ, വരൂ വരൂ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നിങ്ങളും കൂടി അങ്ങോട്ട് ഇരിക്കും. അയ്യോ അതൊന്നും വേണ്ടാതെ. എന്തിനാ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നേ? പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ലായിരുന്നോ? മുറപ്രകാരം ഞങ്ങളാണ് വരേണ്ടത്. ഇതാണ് ശരി. അന്ന് നിങ്ങൾ വീട്ടിൽ വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ദയവേതൊന്നും മനസ്സിൽ വെക്കരുത്. അയ്യോ ഇങ്ങനെയൊന്നും പറയല്ലേ സാറേ. ഒരു പെൺകുട്ടിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് സാറ് പറഞ്ഞതൊക്കെ 100% ശരിയാ. ഒരു അച്ഛന് മോളോടുള്ള ആ സ്നേഹം കണ്ടപ്പോ വീണ്ടും വീണ്ടും സാറിനോട് ബഹുമാനം കൂടിയതല്ലാതെ ഞങ്ങൾ ആരും തെറ്റിദ്ധരിച്ചിട്ടില്ല. ഏതൊരച്ഛനായാലും സ്വന്തം മകളെ മറ്റൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് അവന്റെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് തെറ്റല്ലല്ലോ. അതുതന്നെയാണല്ലോ സാറും ചെയ്തത്. ഞാനൊരു അച്ഛനാകുമ്പോൾ ഇതേപോലൊരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാനൊന്ന് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം നിങ്ങൾ വന്ന് കാണാമെന്ന് ഞാൻ വിചാരിച്ചത് സാർ. ഇത്രയും നാൾ പണത്തിലാണ് റിച്ച്നെസ് എന്നാ കരുതിയിരുന്നത്. മറിച്ച് മനുഷ്യ മനസ്സിലും റിച്ച്നെസ് ഉണ്ടെന്ന് നിങ്ങളെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് ധാരാളം സ്വത്തുണ്ടോയെന്ന് ചോദിച്ചതിന് ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത്. അതാണ് റിച്ച്നെസ്. നിങ്ങളുടെ മകൻ അതിനുള്ള കഴിവുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആത്മാഭിമാനത്തോടെ മൗനമായിരുന്നു എന്നല്ലാതെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അതിലാണ് റിച്ച്നെസ് ഉള്ളത്. എന്റെ മോളോട് നിനക്ക് ഇത്രയൊക്കെ ഇഷ്ടമുണ്ടായിട്ടും എന്റെ സമ്മതത്തിന് വേണ്ടി കാത്തിരുന്നു എന്നല്ലാതെ ഒളിച്ചോടി പോകാൻ ശ്രമിച്ചില്ല. അതിലാണ് റിച്ച്നെസ് ഉള്ളത്. അതാണ് നല്ല കുടുംബത്തിന്റെ അടയാളം. സ്വത്തും പണവും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ സംസ്കാരം ജന്മന ഉണ്ടാവണം. എന്റെ മോളെ കെട്ടാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കാനാ ഞാൻ വന്നേ. സ്വന്തം കാലിൽ നിന്ന ശേഷം അപ്രോച്ച് ചെയ്യാനായിരുന്നു നിന്റെ പ്ലാൻ എന്ന് നീ പറഞ്ഞില്ലേ? അതാണ് നിനക്ക് നിന്നിലുള്ള വിശ്വാസം. ഇപ്പൊ നിന്റെ ആ വിശ്വാസം യാഥാർത്ഥ്യമാകാൻ കാത്തിരുന്ന എന്റെ കുടുംബം എന്നെ ഒരു സ്നേഹമില്ലാത്തവനായി കാണും. ഇത് ഉടനെ തന്നെ നടത്തിയാൽ എന്റെ മോൾക്ക് ഞാൻ നൽകുന്ന സ്നേഹ സമ്മാനമായിരിക്കും. എന്റെ മോൾക്ക് ഒരു നല്ല അച്ഛനാവാനുള്ള ഒരു അവസരം തരണം. സമ്മതിക്കടാ. ശരി അച്ഛാ. അയ്യോ, ഇതൊക്കെ കാണുമ്പോ എനിക്കുണ്ടല്ലോ മീൻകറി വെക്കാൻ തോന്നുന്നു. ചേട്ടാ, നിങ്ങൾ ഇരുന്ന് ഊണ് കഴിച്ചിട്ട് പോയാ മതിയേ. ഓ ആയിക്കോട്ടെ. വരൂ. നമസ്കാരമുണ്ട്. അയ്യോ വാ സാറേ, വാ സാറേ. നമസ്കാരം. നമസ്കാരം സാറേ. സാറേ ഇരിക്കേ. നിങ്ങളും ഇരിക്കൂ. അയ്യോ, സാറിന്റെ മുന്നിൽ ഞാൻ എന്തെങ്കിലും ഇരുന്നിട്ടുണ്ടോ സാറേ? ഇരിക്കൂ. എന്റെ മോളുടെ കല്യാണമാണ്, മറക്കാതെ പങ്കെടുക്കണം. ഓ,
കാർഡ് തരാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം സാറ് വന്നത്. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാ പോരെ സാറേ? ഞങ്ങളുടെ കമ്പനിക്ക് സാറ് ഫിനാൻഷ്യലായിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താൻ പലിശ തരുന്നുണ്ടല്ലോ. ഞങ്ങൾ തരുന്നൊക്കെ ഒരു പലിശയാണ് സാറേ. സാർ സാർ തീർച്ചയായും ആയിക്കോട്ടെ സാർ, ഒരുപാട് സന്തോഷം. അതാ നോക്ക് ഡയറക്ടർ വന്നേക്കുന്നു. എന്താ സാറേ പ്രതീക്ഷിക്കാതെ ഈ വഴിക്കൊക്കെ വന്ന്? പെട്ടെന്ന് തന്നെ കല്യാണം നിശ്ചയിച്ചു. ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. കൺഗ്രാജുലേഷൻ. Thank you ചേട്ടാ. ഞങ്ങൾ രണ്ടും വന്നേക്കാം. വന്നാൽ മാത്രം പോരാ, റിസപ്ഷന് വരുന്നവരെയൊക്കെ ഒന്ന് സ്വീകരിച്ചിരുത്തും വേണം. കല്യാണത്തിന് കല്യാണത്തിന് എന്തായാലും വരണം. ഓക്കെ ഓക്കെ ഓക്കെ. അത് മാത്രമല്ല, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതെ അതെ. സോറി, ഇങ്ങനെ തരുന്നത് മോശമായിട്ട് വിചാരിക്കല്ലേ. എന്തിനങ്ങനെ വിചാരിക്കുന്നു? ഈ മനസ്സിലൊന്ന് ഓർത്ത് അതാണ് വിളിച്ചില്ലേ? കാര്യം. താങ്ക് യു ചേട്ടാ. ഞാൻ വരട്ടെ. വിഷമിക്കാതെ കറക്റ്റ് ആയിട്ട് ശരി. വന്നിരിക്കും. ഡോണ്ട് വറി. Bye. ബൈ. സിനിമ എങ്ങനെയുണ്ട്? മൈൻഡ് ബ്ലോയിങ് സാർ. എന്തോ ഫൈറ്റ് സാറേ. നമ്മുടെ ഡയറക്ടർ വിജയ് സാറിന്റെ ഹിറ്റായ ആദ്യത്തെ പടമായിരുന്നു. പടം സൂപ്പറാണ് സാറേ. പടം വേറെ ലെവലാണ് സാറേ. ഇതുപോലത്തെ ഒരു പടം കണ്ടിട്ടേ ഇല്ല. അടിപൊളി പടമാണ് സാറേ. വേറെ ലെവൽ, ഒരു രക്ഷയില്ല. ഫുൾ എന്റർടൈൻമെന്റ്. മഞ്ചൂരിയൻ പോലൊരു സാധനം ഉണ്ടല്ലോ. ഗോപി അടിച്ചു, ദുന്ദുമി ഹിറ്റ് അടിച്ചു. ഡയറക്ടറിന്റെ പേര് വിജയ്. വിളിക്കടാ ജയ് ജയ്. പടം സൂപ്പർ. വിജയ് സാർ, 2 കണ്ണ്, 2 കിഡ്നി, 2 കോടി. ഇനി എല്ലാ പടവും സൂപ്പർ ഹിറ്റ് ആയിരിക്കും. വിജയ് സാർ ഇടിച്ചില് മേടിക്കട്ടെ. സൂപ്പർ ഹിറ്റ് പടം. ഡയറക്ടർ അടിപൊളി. നമ്മുടെ ഡയറക്ടർ അടിപൊളി. ഡയറക്ടർ എവിടെ സാർ? കാണുന്നില്ലല്ലോ. ഇന്ന് രാവിലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കല്യാണം. ഞാനും അതിൽ പങ്കെടുത്തിട്ടാ വരുന്നേ. ഇന്ന് വൈകിട്ട് കല്യാണ റിസപ്ഷൻ ഉണ്ട്. നിങ്ങൾ എല്ലാവരും അവിടെ വരണം. അവിടെ വെച്ച് സംസാരിക്കാം. അല്ല, കഴിച്ചിട്ട് പോണം കേട്ടോ. സാറേ കേറി വരൂ. വരൂ വരൂ. ദീർഘായുസായിരിക്കട്ടെ. നമസ്കാരം മോനെ. സാർ, ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സാർ. അറിഞ്ഞോ, നമ്മുടെ സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റാ. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ എനിക്ക് ഫോൺ ചെയ്തിട്ടേ എത്ര പണം വേണമെങ്കിലും തരാന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുക. അത്ര ഹിറ്റാന്നേ നമ്മുടെ സിനിമ. മോനെ, നിന്നോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അയ്യോ സാർ, നമുക്കിടയിൽ എന്തിനാ താങ്ക്സ്? അത് ശരിയാ, നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ. അതെ സാർ. പിന്നെ മോർണിംഗ് ഷോ ഞാന് ഓഡിയൻസിന്റെ കൂടെ ഇരുന്നാ കണ്ടത്. അയ്യോ, ആ വിസിലും ആ ക്ലാപ്പും ആ ഡാൻസും തിയേറ്ററിനെ തന്നെ അങ്ങ് ഇളക്കി മറിച്ച് കളഞ്ഞേ. വളരെ സന്തോഷം സാർ. പക്ഷേ എന്താ സാർ? അതായത് എന്തായാലും പറയൂ സാർ. നിങ്ങള് തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ. കുഴപ്പമില്ല, പറയൂ സാർ. നമ്മുടെ സിനിമയുടെ കഥ എന്താ? സാർ, കല്യാണം തിരക്കാണിപ്പം. ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പറയാം സാർ. സാരമല്ല മോനെ. അയ്യോ, എപ്പോ വേണേലും പറഞ്ഞോ. ഓക്കേ സാർ. ഓക്കെ അല്ലേ? ഓക്കേ. നിനക്ക് എപ്പോഴാ സമയം എന്ന് വെച്ചാ അപ്പൊ പറഞ്ഞാ മതി. ബയ്യേഴ്സാ. ഹലോ.